നിന്നാണ്. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും തിരുവനന്തപുരം ജയിച്ചതല്ലേ, പ്രധാനമന്ത്രി വന്നതല്ലേ, അപ്പോഴെങ്കിലും കേരളത്തിന് പരിഗണന കിട്ടും എന്ന പ്രതീക്ഷ അതുകൂടി അസ്ഥാനത്തായി. പ്രധാനമന്ത്രി വന്നിട്ടാണോ തിരുവനന്തപുരം പോർട്ട് വന്നത്? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടാണോ? ഹൈവേ വന്നത് എങ്ങനെ? ബഡ്ജറ്റിൽ കൂടെ ആണോ പറഞ്ഞത്? ബഡ്ജറ്റിൽ കൂടെ പ്രഖ്യാപിച്ചതാണ് ഹൈവേ. ഒന്നുമല്ല, ബഡ്ജറ്റിൽ കൂടെ ഒന്നുമല്ല പ്രഖ്യാപിച്ചത്. രാജീവ്, ബഡ്ജറ്റിൽ കൂടെയാണ് ഹൈവേ പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചത് ഈ സർക്കാരിന്റെ കാലത്തുമല്ല. സുരേഷ് ഗോപി പറഞ്ഞത് അയാൾ ഇരിക്കുന്ന 5 വർഷത്തിനാകുമ്പോൾ വെച്ച് വരുമെന്ന്. അതല്ലാതെ ഇയാള് അങ്ങനെ എവിടെയും ഞാൻ ഇരിക്കുന്ന 5 വർഷത്തിനിടയിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഇത്ര ധൈര്യത്തെ 2014 ശ്രീ രാജീവ് എയിംസിന്റെ പ്രഖ്യാപനം അന്നത്തെ ബിജെപിയുടെ കേന്ദ്രമന്ത്രി നദ്ദ നടത്തിയത്. ഇതിപ്പോ 2025 ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് കിട്ടി. ഇപ്പോഴും ഈ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? അതല്ല, 40 വർഷമായി ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും എവരെടുത്ത് മറ്റൊരിടത്തിട്ട് ആരാ നടപ്പിലാക്കി? നടപ്പാക്കിയ കാര്യങ്ങൾ ആരും നടപ്പാക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല കേരളത്തിൽ കള്ള ചാനലുകൾ ഒത്തിരി അവതാരകന്മാരുണ്ട്. ഇതേമാതിരി കള്ളം പറയുന്ന ചാനലുകൾ. നിങ്ങൾ കള്ളം പറയുന്നത് നിങ്ങൾക്ക് പറയാൻ അവസരം തരികയല്ലേ? നിങ്ങൾ ആ കള്ളം പറയുന്നതെല്ലാം ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും വസ്ത്രങ്ങൾ കഴിയുന്ന ഒരു പാർട്ടി, ഒരു ചാനലായി മാറി ഈ കേരളത്തിലെ ചാനലായി അവതാരകന്മാർ. വേണമെങ്കിലും അഭിപ്രായം പറയാം ശ്രീ രാജീവ്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഇന്നലെ ബിജെപിക്കാരടക്കം പ്രതീക്ഷ ഒന്നും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടായിരുന്നത്? അല്ല, കിട്ടിയത് അഭിപ്രായം പറഞ്ഞോളൂ. അതല്ല ചാനലുകാര് അവതാരകന്മാർ ഉണ്ടാക്കുന്ന നെറേറ്റീവോ? താങ്കളുടെ നെറേറ്റീവ് താങ്കൾ പറഞ്ഞോളൂ. അല്ലല്ല, ഞങ്ങളുടെ നെറേറ്റീവ് ഒരു കുഴപ്പമില്ല. അവര് നല്ലോണം പഠിച്ചു. നിങ്ങൾ ആദ്യം ഒരു 10 സീറ്റ് അവർക്ക് കൊടുക്കാൻ നോക്ക് കേരളത്തിൽ. ഒരു 10 സീറ്റ് കൊടുക്കാനുള്ള പരിപാടി നിങ്ങൾ നോക്കുക. ഞങ്ങളുടെ പരിപാടിയല്ല ബിജെപിക്ക് സീറ്റ് പരിപാടിയല്ല. നിങ്ങളിങ്ങനെ നേരം വിളിക്കുമ്പോ ഇങ്ങനെ ഇരുന്ന് NDA സർക്കാരിന് മോഡിയെ കുറ്റം പറയുന്നവരല്ലോ പണി. അല്ല, വേറെ പണിയൊന്നും നിങ്ങൾക്കില്ലല്ലേ? നിങ്ങൾക്ക് അതേ ഉള്ളൂ പണി. അല്ല, നിങ്ങൾ തന്നെ വരുത്തണം 10 സീറ്റ് വരുത്താമെങ്കിൽ. അത് ഞങ്ങളുടെ പണിയേ അല്ല. ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾക്ക് ഞാൻ ഒരു മിനിറ്റ് കേൾക്കൂ. ശ്രീ രാജീവ് കേൾക്കൂ, താങ്കൾ അങ്ങോട്ടൊന്ന് കേൾക്കൂ. രാജീവ് കേൾക്കൂ, താങ്കൾക്ക് ഞാൻ അവസരം തരാം. ഈ ബജറ്റിൽ കേരളത്തെ പരിഗണിച്ചത് എങ്ങനെയെല്ലാമാണെന്ന് താങ്കൾ വിശദീകരിച്ചോളൂ. താങ്കൾ ഈ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന വിശ്വസിക്കേണ്ട, താങ്കൾ യാഥാർത്ഥ്യം പറഞ്ഞോളൂ. എല്ലാ സ്റ്റേഷനും അങ്ങനെ ആദ്യത്തെ ഒരു ബഡ്ജറ്റില്ല, ഒരു വർഷം 5 വർഷത്തെ 5 ബഡ്ജറ്റുള്ളൂ. ഇനി കിടക്കും ഒരു ബഡ്ജറ്റുകൾ. 10 വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. അതെന്താ അവതരിപ്പിക്കാൻ? അവരിപ്പം 3-ാം തവണ അധികാരത്തിൽ ഇരിക്കുന്നത്. അല്ല, ചുമ്മാതല്ല. നിങ്ങൾ വിചാരിക്കുന്ന ചുമ്മാ സർക്കാരിന് വേണ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. അവര് കൊടുക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വരുന്നു. ഇവിടെ കൊടുത്തിട്ട് എന്തോ ഗുണം? നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ പണം കൂടെ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ആ സംസ്ഥാനങ്ങളുടെ പണം കൊണ്ട് മാത്രമല്ല രാജീവ്. ഞാനും നിങ്ങളൊക്കെ കൊടുക്കുന്ന പണം കൂടെ കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. ഒരു പ്രാവശ്യം ഇടതുപക്ഷം, ഒരു പ്രാവശ്യം ഇനിയിപ്പം നോക്കണം. ഇനി സരിതമാരെ കൂടെ ഇറങ്ങും. അടുത്തവര് സരിതമാരെ. താങ്കൾക്ക് ബജറ്റിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ കള്ളം പറയുന്നെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞോളാം. പറഞ്ഞു ഒന്നും പറയാനില്ല താങ്കൾക്ക്. ഇതൊക്കെ തന്നെ നടക്കുന്നത്. ഇതാ പറഞ്ഞത്. രാജീവിനൊന്നും പറയാനില്ല. എന്തെങ്കിലും കുറ്റം പറയാനല്ലാതെ രാജീവിന് കണക്കുകൾ പറയാനില്ല. ബജറ്റിന്റെ രേഖയല്ല താങ്കളുടെ കയ്യിലുണ്ടല്ലോ. താങ്കൾക്ക് വെബ്സൈറ്റിൽ കിട്ടുമല്ലോ. താങ്കൾ പറഞ്ഞോളൂ. കുറെ ചാനലുകാര് അവതാരന്മാരും നേരം വെളുക്കുമ്പം BJP കുറ്റം പറയാനായിട്ടങ്ങ് ഒരുങ്ങിക്കുക. അല്ലാതെ നല്ല കാര്യം നിങ്ങൾ ആരെങ്കിലും പറയില്ല. നല്ല കാര്യം ഉണ്ടെങ്കിൽ നല്ലതെന്ന് പറയും, മോശപ്പെട്ട കാര്യം ചെയ്താൽ മോശം അതിനെ ന്യായീകരിക്കാൻ കിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഇന്നത്തെ ഞാൻ കേട്ടത് എന്നോട് പറഞ്ഞതാ, മോഡി എന്തോ ചെയ്യുന്നു. മോഡി ചെയ്യുന്നോണ്ട് ശ്രീ രാജീവ്, താങ്കൾക്ക് സമയം തന്നുകൊണ്ട് വേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം താങ്കൾക്ക് ഒന്നും പറയാനില്ല, കുറ്റം പറയാനല്ലാതെ. ഞാൻ പറഞ്ഞു ബജറ്റിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചു, സമയം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് താങ്കൾക്ക് ഒരു വരി പോലും പറയാനില്ല. എന്തോ ചെയ്താലും BJP ഒന്നും ചെയ്യാതെ പറയാനില്ല. ചെയ്ത കാര്യങ്ങൾ എത്ര ഉണ്ടെങ്കിൽ പറയൂ. ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഈ ഇട്ടാവട്ടത്ത് കേരളത്തിൽ കിടന്ന് അതും കാണിക്കാനേ ഉള്ളൂ. ഒരു പരിപാടി നടക്കത്തില്ല. മോഡി ഭരിച്ചോളും. ശരി, ഓക്കെ, താങ്കൾക്ക് അങ്ങനെ പറയാം. കേരളത്തിന്റെ കാര്യം പറയാൻ ഞങ്ങൾ കേരളീയർ തന്നെ വേണം. ഞങ്ങൾക്കത് പറയേണ്ടി വരും. അല്ലാതെ ഞങ്ങൾ ആരുടെയും വിധേയരും ഒന്നുമല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യർ, അവർക്ക് അങ്ങനെ ആരുടെയും വിധേയരായി നിന്നുള്ള ശീലവും കേരളത്തിലെ മനുഷ്യർക്കില്ല. അഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കുന്ന മനുഷ്യരാണ് മലയാളികൾ. അല്ലാതെ എല്ലാ കാര്യവും ആര് ചെയ്താലും, അതിന് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്താലും UPA ഗവൺമെൻറ് ചെയ്താലും NDA ഗവൺമെൻറ് ചെയ്താലും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നവരാണ് മലയാളികൾ. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ല, ഇതേ ചാനലിൽ താങ്കളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞെരുക്കല് വരും എന്നൊക്കെ. പക്ഷെ അതിൽ നിന്ന് സ്വല്പം ഭേദമാകാമായിരുന്നു. കാരണം ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പൂണിത്തറ ഒക്കെ കിട്ടിയില്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനു മുമ്പ് രാജഗോപാല് കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോൾ അന്ന് ഞാൻ സർവീസിൽ, ഞാൻ റിട്ടയറൊന്നും ആയിട്ടില്ല. അങ്ങനത്തെ
മലബാറിൽ പോകുമ്പോൾ അവിടെ വെങ്ങളം ഗേറ്റ് സർവത്ര ഇത് ആ ഗേറ്റുകളൊക്കെ ഒഴിവാക്കി നല്ല സ്മൂത്ത് ആയിട്ട് തലശ്ശേരി വരെ മാഹി വരെ കണ്ണൂർ അങ്ങോട്ട് പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരിക്കൽ അദ്ദേഹം ഒരു പ്രസ്താവന ഇറങ്ങി. ഇത്ര തൊട്ടുകൂടായ്മയുള്ള ഞങ്ങൾക്ക് BJPക്ക് തൊട്ടുകൂടായ്മയുള്ള ഒരു സംസ്ഥാനത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ആ തൊട്ടുകൂടായ്മയൊക്കെ സ്വല്പം മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, തൃപ്പൂണിത്തറ, അതുപോലെ പാലക്കാടൊക്കെ പച്ച പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതേ ഉണ്ടാകും. അതിന് ഇത് ബഡ്ജറ്റ് മാത്രമല്ല. ഇന്ന് റെയിൽവേ മന്ത്രി ഇപ്പൊ ഒരു സമ്മേളനം നടത്തുന്നുണ്ട്. ഇപ്പൊ താങ്കളുടെ ചാനലില് അത് കാണിക്കുന്നില്ലേ പൊതുവേദിയിലുണ്ട്. ഞാൻ മറ്റത് ഓൺ ചെയ്തു, അത് നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം എല്ലാ സ്റ്റേറ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അശ്വിനി വൈഷ്ണവ് സീംസ് ടു ബി ഓക്കെ. ആൾ നല്ലൊരു. ഞാനത് പൂർണ്ണമായും കേട്ടില്ല ഇതുവരെ. എനിക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ശ്രീധരൻ ഇന്നൊരു ഓഫീസൊക്കെ തുറന്നു, അതിനെക്കുറിച്ച് അടക്കം അശ്വിനി വൈഷ്ണവിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അശ്വിനി വൈഷ്ണവ് ആ കാര്യത്തിൽ യാതൊരു മറുപടിയും പറഞ്ഞില്ല. കേരളത്തിന് കുറെ പണം നൽകിയിട്ടുണ്ട്, അത് മുൻകാലങ്ങളെക്കാൾ കൂടുതലാണ്. മുൻകാലങ്ങളിൽ ഒരു പാലം പണിയാൻ 10 കോടി വേണമെങ്കിൽ ഇന്ന് അതിന് 30 കോടി വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.